ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, അറിയില്ല. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇതിൽ ചെയ്യും കേട്ടോ. പിന്നെ ഞാനത് അങ്ങനെ ഇട്ടുകൊണ്ട് വീഴലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയ്ക്ക് വന്നപ്പം തലേന്ന് സൺഡേ ആയിരുന്നു. സൺഡേക്ക് നമുക്ക് ലൂബിക്കൊക്കെ ഞാൻ ഉപ്പിലിട്ടുണ്ടായിരുന്നുണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഉഴുന്ന് ദോശക്ക് ഇഡ്ഡലിക്കൊക്കെ ആയിട്ട് മാവ് അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇഡ്ഡലി ചുടുന്നുണ്ട് കുഷിനൊക്കെ വേണ്ടിയിട്ട്. ഞാനൊരു 5:30-6 മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ അടുക്കളയിലേക്ക് വരാം. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ, പിന്നെ സ്കൂൾക്ക് പോണ വരെ നമുക്ക് പണി തന്നെയല്ലേ. അപ്പോൾ ഞാൻ 5:30-6 മണിൻ്റെ ഉള്ളിൽ അടുക്കളയിലെത്തും. പിന്നെ എന്താ പറയുക, ഞാനിപ്പം ഇഡ്ഡലിയൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യണ പണി, എന്ത് ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ചെയ്യണ പണി വാഷ് ബേസ് കഴുകിയിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ വാഷ് ബേസൊക്കെ കഴുകിയിട്ട് വന്ന് അപ്പോഴാണ് ബാവ എണീറ്റ് വന്ന് നിസ്കാരം കഴിഞ്ഞ് വന്ന് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ബാവ പറഞ്ഞത്, എന്നാലും ഞാനേതായാലും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് തരാം, എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണമല്ലോ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ച് തരാമെന്നാണ് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഭാവന കിട്ടിയ ദിവസമാണ്, എല്ലാ ദിവസവും കിട്ടൂല, ഇന്ന് ഭാവന കിട്ടിയിന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ച് തരുമ്പോൾ നമുക്കൊരു സഹായമാണല്ലോ. പിന്നെ ഇന്നിവിടെ തൊട്ടടുത്തൊരു മരണമുണ്ട്, അപ്പോൾ അവിടെ പോവും വേണം. അപ്പോൾ എന്നിട്ടാണ് ഇന്നുണ്ട് ഡ്യൂട്ടിൻ്റെ ദിവസമാണ് സ്കൂളിൽ. അപ്പം എന്താ പറയുക, 9:30-ആണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കാണുള്ളത്. ഞാൻ ഈ അപ്പോൾ എന്നുള്ള ഇടക്കിടക്ക് കൂട്ടും, അതിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. അപ്പം പിന്നെയും പറഞ്ഞു, ഏതായാലും എന്താ പറയുക, അപ്പം 9:30 എത്താം. അപ്പം ഞാൻ നേരം വൈകും എന്നുള്ളതൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നേരം വൈകും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തണമല്ലോ. ഒരു 9:30-9:45 ആകുമ്പോഴത്തേനെങ്കിലും സ്കൂളിൽ എത്തുന്ന രീതിയിലാണ്. മരിച്ചെടുത്ത് പോവും വേണം, പണികളൊക്കെ കഴിക്കും വേണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ശിക്ഷണൊക്കെ ഉള്ള കൊണ്ടുപോകാനുള്ളതും ഇവിടുന്ന് കഴിക്കാനുള്ളതും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും പൊരിച്ചാൽ മതി. പിന്നെ തലേന്നത്തെ കുറച്ച് കറി ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അപ്പൊ അതും കൂടെ ഉണ്ട്. അപ്പൊ അതും മതി ഇന്നത്തെ ഫുഡിനുള്ളത് കേട്ടോ. അപ്പോ എന്താ പറയുക, ചിക്കൻ കിട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഇന്നിപ്പോ ഒന്ന് നേരം കിട്ടുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. കൊണ്ടുവന്ന് വന്ന് ഉണ്ടാക്കാനുള്ളൊരു ടൈം കിട്ടുമോ എന്നറിയില്ല. കാരണം മരിച്ചെടുത്ത് പോകാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ കറിയും ഈ ചിക്കൻ പൊരിച്ചതും മതിയാവും ഉച്ചക്ക് കൂട്ടോ. അപ്പൊ ഞാൻ ഏതായാലും ദോശ ചുടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ബാവ പോയിട്ടോ. അപ്പൊ ബാവ കാണാൻ വേണ്ടിട്ട്, ഈ ഫോണ് കാണുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇതാട്ടോ. മക്കളാണെങ്കിലും ബാവയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഞാനവിടെ സിറ്റൗട്ടിൽ ഉണ്ടാവുന്നുണ്ട്, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ ആ വേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് ഞാൻ വീണ്ടും നമ്മുടെ ദോശ ചുടാനുള്ള ഇതിൽ പോവാണ് കേട്ടോ. അപ്പൊ ദോശ ചുടുക, വേറെയുള്ള എന്തെങ്കിലും പണിക്ക് പോവുക, അതാണ് നമ്മളെ കാരണം ആ ചുടാനായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം സമയം നമ്മുടെ ടൈം ഭയങ്കരമാണല്ലോ. അപ്പോ എന്താ പറയാ, ആ ടൈമിൽ നമ്മളെ ഒരു 9:00 ആകുമ്പോൾ നമ്മളെല്ലാ പരിപാടികളും കഴിയണം. അപ്പൊ അത് കണ്ടിട്ട് നമ്മള് ദോശ ചുടുക, വേറെ പണിക്ക് പോവുക. അപ്പൊ അവിടെ പാലിക്കേഷൻ ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യേണ്ടി വരും. എന്താ പറയാ, അപ്പൊ നല്ല മഴയാണ് കേട്ടോ രാവിലെ. അപ്പൊ ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി, അവനെ എണീപ്പിച്ചു, റെഡിയാക്കി. എന്താ പറയാ, 3 ആക്കുള്ള ടാഗൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ ഓൻ്റെതൊക്കെ സെറ്റായി ഓൻ പോയിട്ടോ. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ സോന് പോയി. അങ്ങനെ പിന്നെ അതിന്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ക്ലീനിങ് പരിപാടികൾ നടന്നു. അപ്പോഴേക്ക് ചോറ് ആയി, ചോറ് ഊറ്റി വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജഗപ്പൊക്കെ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാം സെറ്റായി, നമ്മള് എന്താ പറയാ സ്കൂളിലേക്ക് പോവാനുള്ള ഔട്ട്ഫിറ്റും സെറ്റായി. അപ്പൊ അതൊക്കെ റെഡിയാക്കി നമ്മളിങ്ങനെ പോവാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ. പിടിക്കണത് ആരാ ആരാ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളെ ഉള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനത് ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കണ്ടുകൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയതിന് ശേഷമുള്ള നമ്മുടെ മക്കളെ സ്നേഹപ്രകടനമാണ് കേട്ടോ. ഇതൊന്നല്ല കേട്ടോ മക്കളെ പ്രകടനം, എന്താണ് മേലേക്ക് കണ്ട് ചാടി വന്ന് കയറിയിട്ടുള്ള പ്രകടനമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് കേട്ടോ മക്കളൊപ്പം ഇങ്ങനെ കൂടുമ്പോ. പിന്നെ എന്താ പറയാ, സ്കൂളത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോ നമ്മൾ എന്നും നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചൊരു പ്രത്യേകത, കാരണം അവിടെ ഉങ്ങുണ്ട്, ഉങ്ങുമ്മല് നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ചാടിക്കിടന്ന് നല്ലൊരു ഭംഗിയുണ്ട്, ഒരു നല്ല ചാറ്റൽ വൈബ്. അപ്പൊ നമുക്കുണ്ടല്ലോ ഒരു നൊസ്റ്റു അടിക്കല്. അപ്പൊ അങ്ങനെ അത് കുലുക്കിയിട്ടൊക്കെ ആയിമെന്താ വെള്ളം ഇങ്ങനെ ചാടുമ്പോ അതൊരു രസല്ലേ. അപ്പം നനഞ്ഞാലും വേണ്ടിയില്ല പറഞ്ഞിട്ടൊക്കെ പോയത്.